നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ് മാഡം. മാഡത്തിന്റെ ശത്രുക്കൾ തന്നെയാണോ രാധികയുടെ പുറകെ, അതോ വരുണിനെ ഏതെങ്കിലും രീതിയിൽ വകവരുത്താൻ വേണ്ടിയാണോ എന്ന്? എനിക്ക് ഒരു 2-3 ദിവസം സമയം തരണം മാഡം. അതിനുള്ളിൽ ഒരു നല്ല റിസൾട്ട് തരാം. സാർ വിളിച്ചാൽ മതി. മോളെ കൊല്ലാൻ ശ്രമിച്ച ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഏതോ CCTVയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നുണ്ട്. അയാളെ പിടികിട്ടിയ അതുവഴി കൊലയാളിയെ പിടികിട്ടും. മുൻപ് ഐശ്വര്യ നമ്മുടെ മുൻപിലുണ്ടായിരുന്നപ്പോ രാധിക മോൾക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഐശ്വര്യ വഴിയാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഇതിപ്പോ എന്താണ് എടുത്തേ? അമ്മയുടെ രൂപം മാത്രമല്ല, അമ്മയുടെ വിധിയും കിട്ടിയിട്ടുണ്ട് അവക്ക്. ദഹിച്ച് ദഹിച്ച് ഓടി ഓടി കരഞ്ഞു തീർക്കാൻ. വരുൺ അവളുടെ കൂടെ സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ? ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയല്ലേ പ്രിയങ്കയുടെ രൂപത്തിൽ അവരുടെ മുമ്പിൽ വന്നത്. ഒറ്റ മനസ്സോടെ അവര് നേരിടും. അതിൽ സന്തോഷിച്ചൂടെ? അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് എന്റെ ദുരന്തങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അഖിൽ സാർ എന്റെ മുമ്പിൽ വെട്ടേറ്റ് പിടഞ്ഞതിന്റെ ഓർമ്മ. അപ്പൊ എത്ര ശ്രമിച്ചാലും ആശ്വാസം കിട്ടില്ല. അവളുടെ വയറ്റിൽ ഒരു കൊച്ചു കിടക്കുന്നുണ്ട്. അവളെ അംഗീകരിക്കില്ല എന്ന് വരുൺ പറഞ്ഞാലും ഇത് നിങ്ങളുടെ പേരക്കുട്ടിയല്ലേ? സ്വന്തം മകന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടവളോട് ഇത്ര ഐറ്റം കാണിക്കണോ? ആ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. ഒരു ചടങ്ങും ചെയ്യാതെ ആർക്കും ഉപകാരം ഇല്ലാത്തൊരു കുഞ്ഞു പിറക്കട്ടെ. ഒരു പൊട്ടിപ്പെണ്ണിന്റെ കയ്യില് ഒന്നിനും കൊള്ളാത്തൊരു കൊച്ചിരുന്നാലേ ആർക്കാ വിഷമം? എങ്കിൽ ശരി, അതിങ്ങോട്ട് താ, ഞാൻ പുരട്ടി കൊടുത്തോളാം. ഇനി ഞാൻ ഐറ്റം കാണിച്ചിട്ട് ആർക്കും വിഷമാവണ്ട. എന്നാലേ ഞാൻ പോയി വെള്ളം ചൂടാക്കാമേ. മോളെ, അമ്മയുടെ അടുത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം കേട്ടോ. ഈ സുകുമാരി മുത്തശ്ശിയെ സമ്മതിക്കണം. ഒരു കാര്യം തീരുമാനിച്ച അവരതുപോലെ തന്നെ ചെയ്യിച്ചിരിക്കും. പത്മിനി, നീ എന്താ ഈ കാണിക്കുന്നേ? അതമ്മേ, പ്രിയങ്ക മോൾക്ക് ദേഹം ചൊറിയുന്നു. ഇതൊന്നും ഇട്ടുകൊടുക്കാൻ സുകുമാരി അമ്മ പറഞ്ഞതാ. ഇപ്പൊ എവിടുന്ന ഒരു ദേഹം ചൊറിച്ചില് പൊട്ടി പുറപ്പെട്ടത്? പത്മ, നിനക്കൊന്നും ഒരു ബോധവും ഇല്ലേ? നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയൂ? ഗർഭിണിയായ മരുമകൾക്ക് മഞ്ഞളിട്ട് കൊടുക്കുന്ന ചടങ്ങാ. അത് നിന്നെ കൊണ്ട് അവര് ബോധപൂർവം ചെയ്യിച്ചതാ. അല്ലമ്മേ, എനിക്ക് അതില് സംശയമൊന്നുമില്ല. ഇതൊക്കെ സുകുമാരിയുടെ വക്രബുദ്ധിയാ. വക്രബുദ്ധിയൊന്നും അല്ല ജയഭാരതി, ഇതാ നേർബുദ്ധി. എന്റെ പേരക്കുട്ടിക്ക് ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ കൃത്യസമയത്ത് ആരെ കൊണ്ടാണോ ചെയ്യിക്കേണ്ടത് അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും. എന്താ മുത്തശ്ശി? നിങ്ങൾ കണ്ടില്ലേടി മക്കളെ, അമ്മായിയമ്മ ഗർഭിണിയായ മരുമോൾക്ക് മഞ്ഞൾ ചടങ്ങ് ചെയ്തോണ്ടിരിക്കുക. എന്താ അമ്മ ഇത്? അവസാനം അമ്മ പ്രിയങ്കയെ അംഗീകരിക്കാൻ തീരുമാനിച്ചോ? അല്ല, പ്രിയങ്ക അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ഈ രാധിക എന്ത് ചെയ്യും? രാധികയെ വെട്ടിപ്പുഴുങ്ങി ഇട്ട് തരട്ടെ നിനക്കൊക്കെ. വയറ് നിറച്ച് തിന്നോളാമോ?
രണ്ടെണ്ണോ ഇപ്പൊ ഇവിടേക്ക് പൊട്ടി വീണത് യാദൃച്ഛികമല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. എല്ലാരും കൂടി എടുത്ത തീരുമാനമാണല്ലോ. സുകുമാരി, ഈ ചടങ്ങിനുള്ള മറുപടി സുകുമാരിക്ക് വൈകാതെ ഞാൻ തരാം. ഓ പത്മിനി, നീ വരുന്നുണ്ടോ കൂടെ? ചങ്ക് തകരുന്ന 4 വർത്താനം നിങ്ങൾ പറഞ്ഞപ്പോ എന്റെ മനസ്സൊന്ന് കൈവിട്ടുപോയി. നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. മരുമകൾക്കൊരു ചടങ്ങ് ചെയ്യണമെങ്കിൽ അത് മനസ്സന്തോഷത്തോടെ ചെയ്യണം. അല്ലെങ്കിലേ അതിന് ഫലമില്ലാതായി പോവും. ഞാൻ നിങ്ങളുടെ കൊച്ചിന് ചെയ്ത ചടങ്ങിനെ ഒരു ഫലവുമില്ല. കേട്ടോ സുകുമാരിയമ്മേ? ഓ ശവിച്ചോട്ടെ, മനസ്സറിഞ്ഞ് ശവിച്ചോട്ടെ. അതൊന്നും സുകുമാരിയുടെ തലയിൽ തട്ടില്ല. ആ, ചടങ്ങ് ചെയ്തതിന്റെ ഒരു ചമ്മലുണ്ടാവും മിനിക്കും ജയഭാരതിക്കും. മുത്തശ്ശി ഞങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. ഓ, ഭയങ്കര ചങ്കൂറ്റം തന്നെ. എടി, കളിക്കാൻ ഇറങ്ങി തിരിച്ചാലേ പിന്നെ ശത്രുവോ മിത്രമോ ഒന്നും ഇല്ല മക്കളെ. ജയം മാത്രമേ ഉള്ളൂ.